എന്തു പറ്റി മോളെ? ചേട്ടായി എന്തിയേ? അകത്തുണ്ട്, വാ കേറി വാ. മോളെ ചേട്ടായി സൈചേട്ടനെ നാളെ ഡിസ്ചാർജ് ചെയ്യുമെന്നാ പറഞ്ഞ്. 30,000 രൂപ വേണം. എൻ്റെ കയ്യിലാണെങ്കിൽ ഒന്നുമില്ല. ചേട്ടായി സഹായിക്കണം. അതിനെന്താ മോളെ, ഇത് നിന്നെ കൂടെ വീടല്ലേ, നീ പേടിക്കണ്ട. ഇപ്പോഴാ എനിക്കൊരു സമാധാനമായത്. അതെ, നീ കഴിച്ചിട്ട് പോയാ മതി. നിനക്ക് ഇഷ്ടമുള്ള ബിരിയാണി ഞാൻ ഉണ്ടാക്കി തരാം. മണിയേട്ടാ, ഒന്ന് സഹായിക്കാൻ വാ. ഞാൻ സഹായിക്കണോ ചേച്ചി? വേണ്ട മോളെ, മോള് റെസ്റ്റ് എടുത്തോ. മണിയേട്ടാ, ഒന്ന് വരാമോ? എന്നാ മോള് പോയി കുറച്ചു നേരം കിടന്നോ. വേണ്ട ചേട്ടായി, ഞാൻ ഇവിടെ ഇരുന്നോളാം. നിങ്ങളുടെ ഉദ്ദേശം എന്നാ? എന്തുദ്ദേശം? അവൾ ഓരോ ഐഡിയ ആയിട്ട് വരും. നിങ്ങൾ പൈസ കൊടുക്കാൻ വേണ്ടിട്ട് ഇരിക്കുവാണോ? അതല്ലടി, ഹോസ്പിറ്റല്. എന്ത് ഹോസ്പിറ്റല്? പുതിയ തട്ടിപ്പായിട്ട് ഇറങ്ങിയിരിക്കുക. അല്ലടി, ഞാൻ കൊടുക്കാന്ന്. നിങ്ങൾ കൊടുക്കാന്നൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി. മോളെ, ചേച്ചി ഇത്ര വേഗം ബിരിയാണി ആയോ? ഇല്ല മോളെ, കുറച്ച് സമയം കൂടെ വേണം. മോളെ എത്രയായിരുന്നു പൈസ ചോദിച്ചത്? 30,000. അയ്യൊരു കൊച്ചേ, എൻ്റെ അക്കൗണ്ടിലൊന്നുമില്ല. ഞാൻ ഇപ്പോഴാണ് നോക്കിയത്. 1,000 രൂപയെ കിടക്കുന്നുള്ളൂ. നിങ്ങൾ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇല്ലാന്ന് പറഞ്ഞാൽ എങ്ങനെയാ ശരിയാന്നേ? എൻ്റെ കയ്യില്ലാതെ ഞാൻ പിന്നെ എന്നാ ചെയ്യാനാ? ആരോടേലും മേടിച്ചു കൊടുക്ക്. പെട്ടെന്ന് ചോദിച്ചപ്പോ ആര് തരാനാ? നിങ്ങളിപ്പം കയ്യിലുള്ള അയച്ചു കൊടുക്ക്. ബാക്കി അവൾ എവിടുന്നേലും മേടിക്കട്ടെ. മോളെ, ഞാനൊരു 1000 രൂപ അയച്ചിട്ടുണ്ട്. നീ ഒന്നും വിചാരിക്കരുത്. ചേട്ടൻ്റെ കയ്യിൽ ഇപ്പം അത്രേ ഉള്ളൂ. എന്നാ നീ വേറെ ആരോടെയും ചോദിച്ചു നോക്ക്. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? സമ്മതിച്ചു. നീയാണ് യഥാർത്ഥ ഭാര്യ. പിന്നല്ലാതെ. വാ, ബിരിയാണി ഉണ്ടാക്കാം. ആയിക്കോട്ടെ.